BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കേരള PSCയിലെ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് അഥവാ രഹസ്യ വിഭാഗം സംശയത്തിന് നിഴലിൽ. പരീക്ഷകളിലും അഭിമുഖത്തിലും റാങ്ക് പട്ടികയിലും വൻതോതിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തെ തുടർന്ന് സംസ്ഥാന പോലീസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം ആരംഭിച്ചപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നത് PSCയിലെ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിലാണെന്നാണ് സൂചന. PSC ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ഓൺ സ്ക്രീൻ മാർക്കിംഗ് സമ്പ്രദായം പരിശോധിച്ചു. SIT സംഘത്തിന് മുമ്പാകെ OSMന്റെ പ്രവർത്തനം PSC അധികൃതർ വിശദീകരിച്ചു. പരീക്ഷകൾക്ക് ഓൺലൈനായി മാർക്ക് നൽകുന്ന സംവിധാനമാണ് OSM. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫുമാർ, KAS തുടങ്ങിയ പരീക്ഷകളിൽ വ്യാപക ക്രമക്കേട് നടന്നു എന്ന പരാതിയെ തുടർന്നാണ് മാർക്കിടുന്ന രീതി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. PSCയിലെ സീക്രട്ട് സെക്ഷൻ അടക്കം നിർണായക പദവികളിൽ ചെയർമാന്റെ അടുപ്പക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത് എന്ന ആക്ഷേപവും ഉണ്ട്. അടുത്തിടെ സ്ഥാനക്കയറ്റം ലഭിച്ച സീക്രട്ട് സെക്ഷനിലെ 2 പേരെ ചട്ടമനുസരിച്ച് തൃശൂർക്കായിരുന്നു സ്ഥലം മാറ്റേണ്ടത്. പക്ഷേ അവരെ 2 പേരെയും ചെയർമാന്റെ സെക്രട്ടറിയിലേക്ക് മാറ്റി നിയമിച്ചു. തലസ്ഥാനത്ത് തന്നെ തുടരാൻ സൗകര്യമൊരുക്കിയതും വിവാദമായിട്ടുണ്ട്. ചില ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷാ മാർക്ക് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി PSC അംഗങ്ങൾ തന്നെ ചോർത്തിയതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഇങ്ങനെ PSC അംഗങ്ങൾക്ക് മാർക്ക് അറിയണമെങ്കിൽ സീക്രട്ട് സെക്ഷനിൽ നിന്നല്ലാതെ ലഭിക്കാൻ സാധ്യതയില്ല. എഴുത്തു പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ മുന്നിലെത്താൻ കഴിയുന്ന രീതിയിൽ അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് നൽകാൻ കഴിയും. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ സാധാരണക്കാരിൽ പലർക്കും അഭിമുഖത്തിൽ വളരെ കുറഞ്ഞ മാർക്ക് ആയി മാറുകയും അതേസമയം രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുള്ളവർക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചതും ഇങ്ങനെയാണെന്ന് സൂചനയുണ്ട്. PSC പരീക്ഷകൾക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പേരുവിവരങ്ങൾ ഇനിയും PSC അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടില്ല. ചില പരീക്ഷകളുടെ രേഖകളും കൈമാറിയിട്ടില്ല. ഉത്തരക്കടലാസിന്റെയും അഭിമുഖത്തിന്റെയും രേഖകളുടെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാവില്ലെന്നും നേരിട്ടെത്തി പരിശോധിക്കാൻ അവസരം നൽകുമെന്നുമാണ് PSCയുടെ നിലപാട്. രേഖകളുടെ പകർപ്പോ ചിത്രമോ എടുക്കാൻ അനുവദിക്കില്ലെന്നും PSC തീരുമാനിച്ചിട്ടുണ്ട്. കൈമാറേണ്ട രേഖകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഒരു പ്രത്യേക സെല്ല് PSC രൂപീകരിച്ചിരുന്നു. ഇതിൽ നിന്ന് സെക്രട്ടറിയെ മാറ്റി നിർത്തുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സെല്ലിൽ നിയോഗിക്കുകയും ചെയ്തു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സെല്ലിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ അന്വേഷണത്തെക്കുറിച്ചും PSCയെ ന്യായീകരിച്ചും സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതും വിവാദമായി. ആസൂത്രണ ബോർഡ് ചീഫ് നിയമനത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ, ചോദ്യപേപ്പർ, റാങ്ക് പട്ടിക, ഉത്തരസൂചിക എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഇവയിൽ പലതും PSC തന്നെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്നതാണ്. KAS, DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നിയമനങ്ങളുടെ വിശദാംശങ്ങളും PSCയിൽ നിന്ന് അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. PSC ചോദ്യത്തിന്റെ രഹസ്യ സ്വഭാവത്തിന് വിഘാതമാകുമെന്ന് പറഞ്ഞാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പേരുകൾ നൽകുന്നത് ഒഴിവാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷ സംഘടനകളുടെയും യൂണിയനുകളുടെയും നേതാക്കന്മാരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയവരിൽ ഭൂരിപക്ഷവും എന്നാണ് ലഭിക്കുന്ന സൂചന. PSC ചെയർമാൻ നേരിട്ടാണ് ചോദ്യകർത്താക്കളുടെ പാനൽ തീരുമാനിക്കുന്നത്. ചില പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നത് കാരണമാണ് ഇടതു സംഘടനാ നേതാക്കളും അനുയായികളും യുവജന സംഘടനാ പ്രവർത്തകരും റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയതെന്ന ആരോപണവും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ നിയമനങ്ങളുടെ ക്രമക്കേടും അഴിമതിയും സംബന്ധിച്ച പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു വരികയാണ്. PRDയിലെയും ഫിഷറീസ് വകുപ്പിലെയും അടക്കമുള്ള നിയമനങ്ങളിലും KASലും ക്രമക്കേടുകൾ നടന്നതായ പരാതി അന്വേഷണ സംഘത്തിനും സംസ്ഥാന സർക്കാരിനും ലഭിച്ചിട്ടുണ്ട്. KASൽ നിയമനം നേടിയവരിൽ പലരും ഇടതുപക്ഷ നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആണ് എന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ലഭിച്ച പരീക്ഷകളുടെ മാർക്കും അഭിമുഖത്തിന്റെ മാർക്കും പരിശോധിച്ചാൽ ഇതിലെ തട്ടിപ്പുകൾ പുറത്തു വരുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രേഖകൾ നൽകാതിരിക്കാൻ PSC ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കേണ്ടി വന്ന സംഭവത്തിൽ PSC ആഭ്യന്തര വിഭാഗത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. വിവിധ കമ്പനി ബോർഡുകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്കായിരുന്നു പരീക്ഷ. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിൽ കവർ മാറി പൊട്ടിച്ചതാണ് പരീക്ഷ റദ്ദാക്കാൻ ഇടയാക്കിയത്. ഇനിയുള്ള PSC പരീക്ഷകളിൽ നിന്നും ഈ സ്കൂളിനെ ഒഴിവാക്കാൻ PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുണ്ടായിരുന്ന കേരള PSCയുടെ പരീക്ഷാ നടത്തിപ്പിന്റെയും റാങ്ക് പട്ടികയുടെയും വിശ്വാസ്യതയും സുതാര്യതയും വീണ്ടെടുക്കാൻ വിവാദമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും പരിശോധന നടത്തുകയും ക്രമക്കേട് കണ്ടെത്തിയാൽ റദ്ദാക്കുകയും ചെയ്താൽ മാത്രമേ കഴിയൂ. ഇത് ചെയ്യാനുള്ള ആർജവം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നാണ് യുവജന സംഘടനകൾ തന്നെ ഉയർത്തുന്ന ചോദ്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.